കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് അർഹമായ കാര്യങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങുന്ന നമ്മുടെ കേരളത്തിൻ്റെ ആദരണീയനായ തോമാച്ചന് വിപ്ലവാഭിവാദ്യങ്ങൾ. നമ്മുടെ കേരളത്തിലെ പൊന്നു തിരുമനസിൻ്റെ ഒറ്റ നിർബന്ധത്താലാണ് നമ്മുടെ ചക്കര മാഷ് തോമാച്ചനെ ഈ ജീവിത സായാഹ്നത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്ടജീവിതം കേരളത്തിന് വേണ്ടി വീണ്ടും നീക്കി വെപ്പിക്കാൻ കഴിഞ്ഞത്. പറഞ്ഞു വന്നത് ടൂറിസം, തേങ്ങാ വികസനം തുടങ്ങിയ വമ്പൻ പദ്ധതികൾ ഒറ്റയ്ക്ക് കേരളത്തിന് നേടിത്തന്ന അദ്ദേഹം നമ്മുടെ പൊന്നു തിരുമനസിനെ പോപ്പിൻ്റെ കൈമുത്താനുമുള്ള ഭാഗ്യവും സാധിച്ചെടുത്തിരിക്കുന്നു. ചെറിയ കാര്യമാണോ? പക്ഷെ അതിൻ്റെ ഒന്നും ഒരു തലക്കനവും തോമാച്ചനില്ലേ? അതോടെ ആരും കാണാതിരുന്നുകൂടാ. അദ്ദേഹത്തിൻ്റെ മഹത്വം കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് തോമാച്ചൻ്റെ ഓണറേറിയം കേവലം ഏതാനും ലക്ഷങ്ങളിൽ നിന്ന് ഒരു 7 ലക്ഷമെങ്കിലും ആക്കണ്ടേ? അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് നാണക്കേടാണ് പറയുന്നത്. 44,000 രൂപ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക്. കേരളത്തെ പോലെ ഇത്രയും വലിയ ലോകം അമേരിക്കയെ കവച്ചു വയ്ക്കുന്ന വികസനം നേടിയ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു കേരള അംബാസഡറുടെ സെക്രട്ടറിയുടെ ശമ്പളം 44,000 രൂപ. ഇതിൽ പരം നാണക്കേടുണ്ടോ? അതൊരു 3 ലക്ഷം ആക്കണ്ടേ? ആക്കണം. അല്ലെങ്കിൽ നമ്മൾ പിരിവെടുത്തെങ്കിലും കൊടുക്കണം. കൂടാതെ കേരളത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കേരളശ്രീയും ഞങ്ങളുടെ പ്രിയപ്പെട്ട തിരുതയ്ക്ക് ക്ഷമിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട തോമാച്ചന് കൊടുക്കാൻ കൃപയുണ്ടാകണം. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിലെ വിഭൂഷണന് കേരള സർക്കാർ നാമനിർദ്ദേശം ചെയ്യുകയും വേണം.